കൂട്ടുകാരെ, എല്ലാവർക്കും മുതിരൂടിലേക്ക് സ്വാഗതം. ആച്ചൂട്ടിന് കൃഷ്ണനാവണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം. അപ്പം ഞാൻ അവളെ കൃഷ്ണനാക്കാൻ വേണ്ടിയിട്ട് മേടിച്ച സാധനങ്ങളാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കുഞ്ഞായിനെയും കുഞ്ഞൂസിനെയും രാധയാക്കാനും വേണ്ടിയിട്ട് ഇത് മീഷോയിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. രാധയുടെ കോസ്റ്റ്യൂമാണിത്. തലയിലും നെറ്റിച്ചുട്ടി പോലെയൊക്കെ വെക്കാനൊക്കെയുള്ള നല്ല ഭംഗിയുണ്ട്. ഒരു ബോക്സിനകത്താണത് വരുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിപ്പം 2 പേർക്കുള്ളതേ ഉള്ളൂ. ആരാധ്യയ്ക്കും അമേയ്ക്കും ഉള്ള കോസ്റ്റ്യൂമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നെറ്റിച്ചുട്ടിയുണ്ട്, പിന്നെ കയ്യിൽ കിട്ടുന്നതുണ്ട്, ഫ്ലവർ പോലെ സെറ്റ് ചെയ്തേക്കുന്ന കയ്യിൽ കിട്ടുന്നതുണ്ട്, അതുപോലെ തന്നെ കഴുത്തെ ഇടുന്നുണ്ട്. അപ്പം ഇത് ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് ഡാമേജായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊരു ബോക്സിനകത്ത് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് ഇട്ട് കാണാം കേട്ടോ. കുട്ടികളുടെ അച്ഛൻ വീടാണ് കേട്ടോ. അപ്പം ഞാൻ കുട്ടികളുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓണത്തിന് പൂക്കളിടാനുള്ള പൂക്കളൊക്കെ മേടിച്ചുകൊണ്ടാണ് ചെന്നത്. അവിടെ പൂക്കളൊക്കെ കുറവായതുകൊണ്ട് അപ്പം ആച്ചു എന്നെ പൂക്കളം കാണിച്ചു തരുവാണ്. അപ്പം കുട്ടികളുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുഞ്ഞായി എന്നോട് പറഞ്ഞു ഒരു ഓണക്കോടി മേടിച്ച് വെക്കണം. അപ്പം ഞാനൊരു ഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ആച്ചൂട്ടിന് കൃഷ്ണനാവാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് കേട്ടോ. ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓടക്കുഴലുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത്. ഇതിനൊക്കെ നല്ല വിലയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചെറിയ സാലറിയിൽ നിന്നാണ് ഞാനിതൊക്കെ മേടിക്കുന്നത്. അതിനകത്ത് ഓടക്കുഴലുണ്ട്, കിരീടമുണ്ട്, അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പം എനിക്ക് ഇന്നത്തെ കിരീടമൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ കിരീടം മാറ്റി നേരെ കടയിൽ പോയി 2 കടയിൽ കയറി പിന്നെയാണ് എനിക്കൊരു നല്ല കിരീടം കിട്ടിയത്. അപ്പോൾ ഞാൻ കിരീടവും അതുപോലെ തന്നെ മയിൽപ്പീലി ഒരെണ്ണം പുതിയത് നല്ലത് നോക്കി ഒരെണ്ണം മേടിച്ചു. പിന്നെ ഇത് അവരുടെ ഡ്രസ്സിൻ്റെ കളറുള്ള വള മേടിച്ചാണ്. ഇതിപ്പോൾ പിങ്ക് അല്ല പർപ്പിൾ കളറ്. ആച്ചൂട്ടിനല്ല കുഞ്ഞായിക്കുട്ടന് ഒരു പട്ടുവടം ബ്ലൗസൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓണത്തിന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അതിനകത്ത് ആച്ചൂട്ടിൻ്റെ കളർ പച്ചയാണ്. അപ്പോൾ പച്ച കളറുള്ള വളയാണ്. അപ്പോൾ ഇതിനൊക്കെ 40 റുപ്പീസ് വെച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഡ്രസ്സിൻ്റെ കളർ മാച്ച് ചെയ്തിട്ട് നോക്കി മേടിച്ചാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ വള കാണാനായിട്ട്. അപ്പോൾ കുഞ്ഞൂസിൻ്റെ ഫേവറേറ്റ് കളർ ഓറഞ്ചാണ്. പക്ഷെ അവളുടെ ഡ്രസ്സിൻ്റെ കളർ പിങ്കാണ്. പക്ഷെ എന്നാലും ഞാൻ ഓറഞ്ച് കളറാണ് അവൾക്ക് മേടിച്ചത്. അവൾക്ക് ഓറഞ്ച് മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ടാണ് മേടിച്ചത്. പക്ഷെ അതൊരു ലൈറ്റ് കളറായി പോയി. പിന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള മുല്ലപ്പൂ, രാധയാകുമ്പോൾ തല വെക്കാനുള്ള മുല്ലപ്പൂക്കെ മേടിച്ചുകൊണ്ട് ബസ്സിൽ കയറി പോവാണ്. അവരുടെ കൂടെ അമ്പലത്തിൽ കയറി പോയി തൊഴുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ അമ്പലത്തിൽ പോയിട്ട് വന്നു. അച്ഛമ്മ അവരെ കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര വിഷമമായി. ഞാൻ വേഗം തന്നെ അമ്പലത്തിൽ എന്തായാലും ശ്രീകൃഷ്ണജയന്തി ആയിട്ട് പോകണമല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ നടന്ന് അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൽ പോയിട്ട് വന്നു. ഏകദേശം വൈകുന്നേരം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിരുന്നു അമ്പലത്തിൽ നിന്ന്. പിന്നെ കുട്ടികളെ പതുക്കെ മേക്കപ്പ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ആച്ചൂട്ടിന് ഡ്രസ്സ് ചെയ്തു. ഈ കുഞ്ഞായിക്കുട്ടിന് ചെറുതായിട്ട് തലവേദന ഉണ്ടായിരുന്നു. ആച്ചൂട്ടിന് ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു. അങ്ങനെ അവളെ കൃഷ്ണനായി. അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ കൃഷ്ണനാവണം എന്നുള്ളത്. അപ്പോൾ അവൾക്ക് മുടിയുടെ ലെങ്ത്ത് കറക്റ്റ് ആണല്ലോ. ഇനിയിപ്പം 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഷൂട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇപ്പം അവൾക്ക് ഇച്ചിരിയുടെ മുടി ലെങ്ത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാധമാരെ 2 പേരെ റെഡിയാക്കണം. കുഞ്ഞാക്കുട്ടിന് ഇരിപ്പിലിരിക്കുവാണ്. റെഡിയാവാനൊരു ഭാവവുമില്ല. ആച്ചൂട്ടിനാണെങ്കിൽ ഓടക്കുഴൽ ബ്രഷ് പോലെ കടിച്ചു കൊണ്ട് നടക്കുന്നുണ്ട്. അവസാനം പിള്ളേരുടെ അച്ഛൻ വന്ന് ആച്ചൂട്ടിന് മയിൽപ്പീലി വെച്ച് കൊടുത്തു. കുഞ്ഞാക്കുട്ടൻ റെഡിയായി, സുന്ദരിയായിട്ടുണ്ട്. പിന്നെ കുഞ്ഞൂഷന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആച്ചൂട്ടിന്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ തന്നെയാണ് റെഡിയിച്ചത്. കിരീടം
മയിൽപ്പീലിയും ഞാൻ വച്ചിട്ട് ശരിയാവുണ്ടായില്ല. അതുകൊണ്ടാണ് ഫാദറിന് വിട്ടുകൊടുത്തത്. അങ്ങനെ ശ്രീകൃഷ്ണന് കിരീടം വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. മേക്കപ്പിന്റെ ഫൈനൽ ടച്ചിങ്ങിലാണ്. അപ്പോ രാധമാരുടെ കയ്യിലും കഴുത്തയിലും നെറ്റിയിലും ഒക്കെ ആ സാധനങ്ങളെ വെച്ചപ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി കമന്റ് ചെയ്താലുണ്ട്. ഞങ്ങളുടെ കൃഷ്ണന്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയില്ലേ? അപ്പോ പോവാനായിട്ട് ഇറങ്ങി നിൽക്കുവാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കരട്ടേക്ക് പോകണം. അത് കഴിയുമ്പോൾ അവിടെ നിന്ന് നടന്നാണ് അമ്പലത്തിലോട്ട് പോകേണ്ടത്. കുട്ടികൾക്ക് ഏകദേശം 2 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. അടുത്ത കൊല്ലം കുഞ്ഞൂശ നിന്നെ കൃഷ്ണനാക്കാട്ടോ. കേറട, അത്രയും ദൂരം നടക്കാനുള്ളയാ. നീ കേറങ്ങോട്ട്. അപ്പം ഞങ്ങളങ്ങനെ അവിടെ എത്തി. അമ്പലത്തിലെത്തിയിട്ടില്ല. ഞങ്ങൾ അവിടെ സ്റ്റോപ്പിൽ നിൽക്കുവാണ്, മറ്റു കൃഷ്ണന്മാരും രാധമാരൊക്കെ വരാനായിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങളിൽ ആദ്യമായിട്ട് വേഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മമ്മാൻ ബേബി മലയാളം എന്ന എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് ഹെൽത്ത് ചാനലായിട്ട് മാറ്റുമെന്നതിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോസ് ഞാൻ ഈ പഴയ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടത്. അപ്പോൾ കുട്ടികളോടെ നല്ല കളിക്ക് വയ്ക്കുമായിരുന്നു. അപ്പോൾ നമ്മളിതേ വേറെ കുറേ കൃഷ്ണന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഘോഷയാത്ര പോകുന്നു പറഞ്ഞിട്ട് ഏകദേശം 6:30 എടുത്തപ്പോഴാണ് ഘോഷയാത്രയുടെ സൗണ്ടെങ്കിലും കേട്ടു തുടങ്ങിയത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഒരു തിട്ട കണ്ട് അവിടെ കയറി ഇരിപ്പുറപ്പിച്ചു. അടുത്ത വീട്ടിൽ നിന്ന് കുറേ വെള്ളമൊക്കെ മേടിച്ചു കുടിച്ചു. ഇപ്രാവശ്യത്തെ ശ്രീകൃഷ്ണജയന്തി ഭയങ്കര ശോകമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ശ്രീകൃഷ്ണന്റെ കുട്ടികൾക്ക് മഞ്ചൊക്കെ കൊടുക്കുകയും ചെല്ലണ വഴി തന്നെ കുടിക്കാൻ വെള്ളമൊക്കെ കൊടുക്കും. ഇപ്രാവശ്യം ഓർഗനൈസേഷൻ അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. അവര് വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ തന്നെ ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന് അമ്പലത്തിൽ തട്ടിക്കയറേണ്ടി വന്നു. അവിടെ വെള്ളം അവർ വെച്ചേക്കണത് സാധാരണ വരുന്നവർക്ക് കുടിക്കാനുള്ള വെള്ളമാണ്. കുട്ടികൾക്ക് സ്ക്വാഷൊന്നും കൊടുത്തില്ല, മിഠായി ഒന്നും കൊടുത്തില്ല. പിള്ളേർ അതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ വർഷവും ഡ്രസ്സ് മാറുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ അവരോട് പോയി ചോദിച്ചു, നിങ്ങളെന്താണെന്നും കൊടുക്കാത്തതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അതിനുള്ള തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുടിക്കാനുള്ള വെള്ളം അവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തോണ്ട് ഞാൻ കുട്ടികൾക്ക് കൊടുത്തു. അപ്പോൾ അതേ ഘോഷയാത്ര വന്നിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടിയുടെ പുറകെയാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകേണ്ടത്. അപ്പം നമ്മൾ നടന്ന് ഒരു 2 കിലോമീറ്റർ നടന്നതിനും കുട്ടികൾ നല്ലതായിട്ട് ക്ഷീണിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദൂരം കുട്ടികൾ നടത്തേണ്ടതില്ല. ഒരു ഹാഫ് ദൂരം നടത്തേണ്ട ആവശ്യമേ ഉള്ളൂ. കുറച്ച് ദൂരങ്ങൾ അവർക്ക് വെട്ടി ചുരുക്കാവുന്നതായിരുന്നു. പക്ഷെ അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവലൊക്കെ ഒരു പൊതിയായിട്ട് കിട്ടും കേട്ടോ. പക്ഷെ അതെല്ലാം പ്രോഗ്രാം കഴിഞ്ഞാണ് കിട്ടാറുണ്ട്. ഞങ്ങൾ ഈ പ്രാവശ്യം മേടിക്കാൻ നിന്നില്ല, ഞങ്ങൾ നേരെ പോകുന്നു. അപ്പോൾ ഇത് അവിടെ ചെന്നിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അതും ഭയങ്കര ദുരന്തമാണ്. ലൈറ്റൊന്നും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. കുട്ടികളോടെ ചെന്നതിനും ഭയങ്കരമായിട്ട് ദാഹിച്ചു. ഇടയ്ക്ക് കുഞ്ഞൂസിയാണെങ്കിൽ പറഞ്ഞ കേൾക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെയും വിളിച്ച് ഒരു സ്ഥലത്തുനിന്ന് സെറ്റ് ചെയ്ത് നിർത്തി. ഫോട്ടോ എടുക്കാൻ വേണ്ടി 3 പേരും ഒന്നിച്ച് നിൽക്കൂല, എനിക്ക് അവരുടെ ഇടയിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ അടുത്ത ആള്. അവസാനം കുട്ടികളൊക്കെ നിരത്തി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ശ്രീകൃഷ്ണജയന്തിയുടെ ആഘോഷം. എന്തായാലും അടിപൊളിയായിരുന്നു. ഇച്ചിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും എന്നൊന്നും ഓർക്കാൻ പറ്റുന്നൊരു ഓർമ്മയാണ്. ഒരു കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഫോട്ടോ കൊണ്ട് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ മൊബൈൽ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാം തന്നെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തെടുത്തു. കുഞ്ഞൂസാണെങ്കിൽ അമ്പലത്തിൻ്റെ അതിലൂടെയൊക്കെ കുറേ പ്രാവശ്യം ഓടിയൊക്കെ നടന്നു. അതൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല. അകത്ത് കയറി ഞങ്ങൾ തൊഴുതു. പിന്നെ അതിനുശേഷം പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായിട്ട് ഇടാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ അച്ചൂട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നടന്നു. കുഞ്ഞൂസും കുഞ്ഞായി അച്ചുവും എല്ലാ പ്രാവശ്യം രാധയാണ് ആവാറ്. ഇപ്രാവശ്യം അങ്ങനെ അച്ചുവിനും കൃഷ്ണനാണെന്ന് അച്ചു കഴിഞ്ഞ വർഷം പറഞ്ഞ് ഞാൻ മനസ്സിൽ ഓർത്ത് വെച്ചാണ്. കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ.